ഇന്ന് നമുക്ക് നല്ലൊരു സീഡ്സ് ഉണ്ടാക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സീഡ്സ്. പേരെന്താണെന്നോ? പേരെനിക്കും അറിയില്ല. നിങ്ങൾക്ക് തന്നെ ഒരു പേര് നിശ്ചയിക്കാം. ലാലേട്ടൻ പണ്ടൊരു സിനിമയിൽ ഉണ്ണിമധുരം എന്നൊക്കെ പേരിട്ടതുപോലെ എന്തെങ്കിലും ഒരു പേര്. ഇങ്ങനെ ഒരു സീഡ്സ് ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എല്ലാ വീട്ടിലുമുള്ള പ്രശ്നം തന്നെയാണ്. എന്താണെന്നല്ലേ? ഇതാ നോക്കിക്കോളൂ. നമുക്ക് എല്ലാ വീട്ടിലും കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഏത്തമ്പഴത്തിൻ്റെ തൊലി കറുത്തു പോയാൽ പിന്നെ അതാരും കഴിക്കില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഏത്തമ്പഴം മിക്കവാറും വേസ്റ്റ് ആവുകയാണ് ചെയ്യുന്നത് പല വീടുകളിലും. അപ്പം ഞാൻ ഇന്ന് കരുതി ആ ഏത്തമ്പഴത്തെ വേസ്റ്റ് ആക്കാതെ എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കാമെന്ന്. പക്ഷേ സ്വീറ്റ്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇതിലോട്ട് എന്ത് ചേർക്കില്ല? മൈദയോ പഞ്ചസാരയോ ഞാൻ ചേർക്കില്ല എന്ന്. പിന്നെ എങ്ങനെയാണ് സ്വീറ്റ്സ് ആകുന്നത് നോക്കാം. കുറച്ച് നെയ്യൊഴിച്ച് പഴത്തിനെ നന്നായിട്ട് മിക്സിയിൽ അരച്ച് അതിലോട്ടിട്ട് വരട്ടി കൊടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വരണ്ട് വരട്ടെ. മധുരത്തിന് പകരം നമുക്ക് എന്ത് ചേർക്കാം? അത് തന്നെ ഡാർക്ക് ചോക്ലേറ്റ്. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത്, ചോക്ലേറ്റിൻ്റെ അളവ് എന്ന് പറയുന്നത് നിങ്ങളുടെ മധുരത്തെ ആശ്രയിച്ചെടുക്കാം. കുറച്ച് പാലും ഒഴിച്ച് നമുക്കതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യാൻ വയ്ക്കാം. അന്നേരം എന്താ പഴം നന്നായിട്ട് വരണ്ടു. അതിലോട്ട് കുറച്ച് പാലൊഴിച്ച് നമുക്കിതുമായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഏകദേശം 1.5 ഗ്ലാസ് പാലുണ്ടായിരുന്നു. കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ട് ബാക്കി മുഴുവൻ ഇതിലോട്ടാണ് ചേർത്തത്. അപ്പോൾ ഈ വരട്ടിയ ചക്കയും പാലുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പോൾ ബാക്കി പാലും കൂടെ ഒഴിച്ച് നമുക്കതിനെ ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ അതിൽ മൈദയ്ക്ക് പകരം ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? 2 സ്പൂൺ റവയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം? 2 സ്പൂൺ റവ കൂടി ഇട്ട് കൊടുക്കാം. ഇത് പഞ്ചസാരയല്ല, റവയാണ്. 2 സ്പൂൺ റവ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റും കൂടെ ഇതിലോട്ടൊഴിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ മധുരത്തിന് നമുക്കിവിടെ ചോക്ലേറ്റ്, മൈദയ്ക്ക് പകരം റവ, പിന്നെ ഏത്തപ്പഴവും നെയ്യും മാത്രം. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു മോൾഡിലോട്ടോ ഒരു പാത്രത്തിലോട്ടോ എന്തിലോട്ടെങ്കിലും മാറ്റിയാൽ മതി, കുഴപ്പമില്ല. അതപ്പം തന്നെ അങ്ങ് കട്ടി പിടിക്കും. വേണമെങ്കിൽ അതങ്ങനെ ഉപയോഗിക്കാം. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊരു 2-3 മണിക്കൂർ അതിനെ ഒന്ന് തണുപ്പിക്കാനുള്ള ക്ഷമയുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിട്ട് വരും. അതിനുശേഷം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചത് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ. എപ്പോൾ തീർന്നു എന്ന് കേട്ടാൽ മതി. ഒരു പീസ് എനിക്ക് ടേസ്റ്റ് പറയണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒരു പീസ് എനിക്ക് കയ്യിൽ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ. അപ്പോൾ നോക്കൂ, നമ്മുടെ ഏത്തമ്പഴം വേസ്റ്റാക്കാത്തത് കണ്ടോ ഞാൻ? അപ്പം നിങ്ങൾക്കും ഇതൊന്ന് ശ്രമിച്ചു നോക്കാം.